എല്ലാവർക്കും നമസ്കാരം. പച്ചവെളിച്ചം ഇപ്പോൾ പയ്യന്നൂർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് അടുത്താണുള്ളത്. ഇത് പയ്യന്നൂരിലേക്ക് പോകുന്ന ഭാഗമാണ്. ഇവിടുത്തെ ഒരു കാഴ്ച പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാനാണ് പച്ചവെളിച്ചം ഇവിടെ എത്തിയിട്ടുള്ളത്. ഇത് വലിയൊരു വിഷയമാണ്. കാരണം എന്ന് പറഞ്ഞാൽ മഴക്കാലത്ത് ഈ റോഡിൽ എന്തായാലും പ്രത്യേകിച്ച് ഇരുചക്ര വാഹനങ്ങൾ തെന്നി വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ റോഡിൻ്റെ ഒരു അശാസ്ത്രീയമായ പ്രവൃത്തിയാണ് അതിന് കാരണം. നിങ്ങൾ കാണുക, ഇവിടെ ഈ റോഡിൽ ഈ ടാറൊക്കെ ഇങ്ങനെ ഉരുകിയിട്ട് ഒലിച്ചിട്ട് പോയ ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. കാരണം നിങ്ങൾ നോക്കുക, ഇത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ടയറൊക്കെ ഈ വെയിലത്ത് ചൂടിന് ഇതൊക്കെ ഉരുകി ഒലിച്ച് ഇവിടത്തേക്കൊക്കെ പോയി. അതുപോലെ തന്നെ റോഡിലേക്ക് വ്യാപിക്കുന്ന ഒരു കാഴ്ച നിലവിൽ ഉണ്ട്. ഇതിലൂടെ പോകുന്ന ഇരുചക്ര വാഹനങ്ങൾക്ക് അതുപോലെ തന്നെ യാത്രക്കാർക്ക് ഏറെ അപകടകരമായി മാറും എന്നതിന് ഒരു സംശയവുമില്ല. ഈ വിഷയം വളരെ ഗൗരവത്തോടു കൂടി കാണാൻ വേണ്ടിയിട്ട് അധികൃതർ തയ്യാറാവണം. വളരെ അശാസ്ത്രീയമായ രീതിയിലാണ് ഇവിടെ റോഡ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ നിർമ്മാണത്തിൽ വന്ന ഒരു അപാകതയാണിത്. ഇത് തോന്നിയ പോലെ താറൊക്കെ ഇവിടെ ഒഴിച്ചിട്ടുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇത് മഴക്കാലത്താണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പ്രയാസമുണ്ടാക്കുക എന്ന കാര്യം നമ്മുടെ ബന്ധപ്പെട്ടവർ ശ്രദ്ധിക്കണം. ഇവിടെ എന്ന് പറഞ്ഞാൽ കാരണം അവിടെ സ്ലോപ്പായിട്ടാണ് ഓവർ ബ്രിഡ്ജിൽ നിന്ന് താഴോട്ടേക്ക് വരുന്ന സമയത്ത് വാഹനങ്ങൾ അത്യാവശ്യം സ്പീഡിൽ വരും. പ്രത്യേകിച്ചിട്ട് നമ്മൾ ടൂ വീലറൊക്കെ മഴക്കാലത്ത് ഇവിടെ എന്തായാലും സ്ലിപ്പാവും. അങ്ങനെ സ്ലിപ്പായി കഴിഞ്ഞാൽ അപകടം സംഭവിക്കും. അത് നമ്മുടെ ഇതിലൂടെ യാത്ര ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ അപകടകരമായിട്ട് മാറും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഈ രീതിയിൽ കുറേ നമ്മുടെ ടോൾ ബൂത്ത് വരെ ഈ സംഭവം ഈ രീതിയിൽ അങ്ങനെ ഈ ടാറ് ഓവറായിട്ട് ഇവിടെ കാണുന്നു. എന്നാൽ മറുഭാഗത്ത് ആ രീതിയിൽ ടാറ് കാണാനുമില്ല. ഇതെന്താണ്, എന്തൊരു നിർമ്മാണ രീതിയാണ് ഇത് എന്ന് ഈ നിർമ്മിച്ചവർ പറയണം. ഇതിൻ്റെ ഭാഗമായിട്ട് ഏതെങ്കിലും തരത്തിൽ അപകടം നമ്മുടെ യാത്രികർക്ക്, കാരണം റോഡ് ടാക്സ് ഒക്കെ കൊടുത്തിട്ടാണ് നമ്മുടെ ആളുകൾ ഇതിലൊക്കെ യാത്ര ചെയ്യുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് അവിടെ അവർക്ക് സുരക്ഷിതമായ റോഡ് നിർമ്മിച്ചു നൽകാനുള്ള എല്ലാ ഉത്തരവാദിത്വം ബന്ധപ്പെട്ടവർക്കുണ്ട്. ആ അർത്ഥത്തിൽ അത് അവർ നിർവഹിക്കണം. അങ്ങനെ നിർവഹിക്കാതെ തോന്നുന്ന പോലെ ഇതൊക്കെ നിർമ്മിക്കാൻ ഒത്താശ നൽകിയിട്ട് ഇവിടെ കൂട്ടുകച്ചവടമൊക്കെ നടത്തിയിട്ട് ബന്ധപ്പെട്ടവരെ അഴിമതി നടത്തിയിട്ട് ഈ രീതിയിൽ തോന്നിയ പോലെ നിർമ്മിക്കാനൊക്കെ ഇവർക്കൊക്കെ അനുവാദം കൊടുത്ത ഒരു സാഹചര്യം ഉണ്ടായാൽ അതിൻ്റെ ഭാഗമായിട്ട് ഈ റോഡിൽ അശാസ്ത്രീയമായ നിർമ്മാണത്തിന്റെ ഫലമായിട്ട് ആർക്കെങ്കിലും അപകടം സംഭവിച്ചാൽ അതിന് ഉത്തരം പറയേണ്ടവർ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരായിരിക്കും എന്ന കാര്യം അവരെ ബോധ്യപ്പെടുത്താനും, അതുപോലെ തന്നെ ഈ വിഷയത്തിൽ ജനങ്ങളുടെ പ്രതികരണം ഉയർന്നു വരണം. കാരണം എന്ന് പറഞ്ഞാൽ ഇതിലൂടെ യാത്ര ചെയ്യുന്ന ആരെങ്കിലും അപകടത്തിൽപ്പെട്ടാൽ അത് ഉണ്ടാക്കുന്ന ഒരു വലിയ ഒരു സങ്കടമുണ്ടല്ലോ, നിങ്ങൾക്കറിയാലോ. റോഡിലൂടെ അപകടത്തിൽ തന്നെ ജീവൻ പൊലിയുന്നവർ, അതുപോലെ തന്നെ പൂർണ്ണമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തവർ, ഭാഗികമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അങ്ങനെ നിരവധി ആളുകൾ നമ്മുടെ ഈ റോഡ് അപകടങ്ങളിലൂടെ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്ന കാഴ്ചയും ബോധ്യവും നമുക്കുണ്ടാവണം. അതുകൊണ്ട് ഇത് ജാഗ്രതപ്പെടുത്താനാണ്. മഴയാണ് വരാൻ വേണ്ടി പോകുന്നത്. അതിനു മുമ്പ് ഈ റോഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ യുക്തമായ നടപടി സ്വീകരിക്കാൻ വേണ്ടിയിട്ട് PWD അടക്കമുള്ള, അതുപോലെ തന്നെ നഗരസഭ അടക്കമുള്ളവർ ബന്ധപ്പെട്ടവർ പ്രവർത്തിക്കണമെന്നാണ് പച്ചവെളിച്ചത്തിന് പറയാനുള്ളത്. ഓവർ ബ്രിഡ്ജിന്റെ ഭാഗത്ത് പച്ചവെളിച്ചത്തിന് വേണ്ടി രാജീവൻ പച്ച.